വിങ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്യാപ്സ്യൂൾ സീരീസിലെ ബോട്ടണിയിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ചാപ്റ്റർ ആണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നുമെങ്കിലും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വെയിറ്റേജ് ഉണ്ട്, പ്ലാന്റ് കിങ്ഡത്തിനേക്കാളും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് എന്ത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിയിടാം, ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയാ പഠിക്കാം? ഫസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാം? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട്. ഓക്കെ, ഫസ്റ്റ് എന്തിനെ പറ്റിയാ പഠിക്കുക? ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ 2 കിങ്ഡം പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും. സ്ഥിരമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, ഈ സയന്റിസ്റ്റിന്റെ പേര് ചോദിക്കാറുണ്ട്. സയന്റിസ്റ്റിന്റെ പേര് എന്താണ്? നിങ്ങൾ ഈ 2 സയന്റിസ്റ്റിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ മിസ് കൊടുത്ത ക്വസ്റ്റ്യനില് ഈ ഒരു പോർഷനെ ഫില്ല് ചെയ്യാനുള്ളത്. അത് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. RH വിറ്റേക്കറും ഓർമ്മയുണ്ടാകും. അതിന്റെ ആൻസർ ആയിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓർമ്മ ഉണ്ടാവും. ഓർമ്മ ഇല്ലാത്ത പോർഷൻ ഏതായിരിക്കും? കാർൽ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്ത 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഓർത്ത് വെക്കണം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് കാർൽ ലിനേഴ്സ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് RH വിറ്റേക്കർ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഏത് ഭാഗത്താ പഠിക്കുന്നത് നിങ്ങള്? ആർക്കി ബാക്ടീരിയ. നിങ്ങളില്ലേ ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ ആ ഏരിയ, അതായത് ടോപ്പിക് മൊത്തം കവർ ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്? ആർക്കി ബാക്ടീരിയ. അവിടെ നിന്നാണ് ആർക്കി ബാക്ടീരിയ. അതായത് നോക്കി, ഫസ്റ്റ് റിലേഷൻ നോക്കിയേ, തെർമോ അസിഡോഫൈൽസ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്. ഓക്കെ, തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാല് എക്സ്ട്രീം ഹീറ്റിലും സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് എന്ത് പറയാ? തെർമോ അസിഡോഫൈൽസ്. ഇനി ഹാലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാലോ എന്ന് പറഞ്ഞാൽ സോൾട്ട് എന്നാണ് അർത്ഥം. എക്സ്ട്രീം സോൾട്ടില് സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയാ? ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ്ട്രീം ഹീറ്റ് ആണെങ്കിൽ ഇവിടെ എന്താ വേണ്ടത്? സോൾട്ടി ഏരിയാസ്. എന്താ വേണ്ടത്? സോൾട്ടി ഏരിയാസ്. ഓക്കെ, മറക്കരുത് കേട്ടോ. 2 കിങ്ഡം പഠിക്കാം, 2 സയന്റിസ്റ്റ് പഠിക്കാം. പിന്നെ ഇവരുടെ വേറൊരു കൂടി അതുണ്ട്. 3 ബാക്ടീരിയകളുടെ പേര്, 3 സർവൈവിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. അടുത്തത് ആ ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് വെച്ചിട്ടുണ്ട്. നോക്കിയേ, എക്സ്ട്രീം ഹീറ്റിനാണെങ്കിൽ തെർമോ അസിഡോഫൈൽസ്. ഇനി സോൾട്ടി ഏരിയാസ് ആണെങ്കിൽ ഹാലോഫൈൽസ്. ഓക്കെ, നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ. ഹു പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആൻസർ എന്താണ്? RH വിറ്റേക്കർ. എന്താണ്? RH വിറ്റേക്കർ. ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥിരമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നെങ്കിൽ 3 മാർക്കിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 2 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 1 മാർക്കിന്റെ. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, സബ് ക്വസ്റ്റ്യൻ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം ആരാണ്? RH വിറ്റേക്കർ ആണ്. ഈ RH വിറ്റേക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കുറച്ച് ക്രൈറ്റീരിയ, എന്താ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ, കുറച്ച് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്ത് 5 കിങ്ഡം ആക്കിയിട്ടുള്ളത്. എന്തൊക്കെയായിരുന്ന ക്രൈറ്റീരിയകള്? ഒന്നാമത്തത് സെൽ സ്ട്രക്ചർ. ഓക്കെ, രണ്ടാമത്തെ എന്താ? ബോഡി ഓർഗനൈസേഷൻ. മൂന്നാമത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് അവർ ഓട്ടോട്രോപ്സ് ആണോ ഹെട്രോട്രോപ്സ് ആണോ എന്നതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമിട്രി, വേണമെങ്കിൽ സിമിട്രിയുടെ ബേസ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇനി ലാസ്റ്റത്താണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്താണ് മക്കളെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. എക്സാമിന് എങ്ങാനും ബൈ ചാൻസ് നിങ്ങൾക്ക് ഫൈലോജനറ്റിക് എന്നൊരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ എന്ത് എഴുതിയാൽ മതി? എവല്യൂഷണറി റിലേഷൻഷിപ്പ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, 5 പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് RH വിറ്റേക്കറിന്റെ ക്രൈറ്റീരിയ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ വന്ന ക്വസ്റ്റ്യന്റെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അവിടെ എക്സ്ട്രീം ഹീറ്റിന് മിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ സ്ഥലമാണ് എന്ത്? ഹോട്ട് സ്പ്രിങ്സിൽ. ഓക്കെ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോ
acidophile. തെർമോ എന്ന് പറഞ്ഞാൽ ചൂട്, ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് നേച്ചർ, ഫൈൽസ് എന്ന് പറഞ്ഞാൽ ലവിങ് സ്പീഷീസ്. നിങ്ങൾ കെമിസ്ട്രിയില് ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസ് ലവിങ്, ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ലവിങ് എന്ന് പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ തെർമോ ആസിഡോഫൈൽസ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. നെക്സ്റ്റ്, which of the following produce biogas from the dung of ruminant animal? ഇതാണ് മിസ് പറഞ്ഞ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മള് ഹാലോഫൈൽസ് പഠിച്ചു, തെർമോ ആസിഡോഫൈൽസ് പഠിച്ചു. ഇത് രണ്ടെണ്ണല്ലാതെ മൂന്നാമതുള്ളതാണ് എന്ത്? മെത്തനോജൻസ്. മെത്തനോജൻസിനെ കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണെന്നറിയോ? മെത്തനോജൻസിനെ ഒന്നെങ്കിൽ മാർഷി ഏരിയാസിൽ കാണാം. എവിടെ കാണാൻ പറ്റും? മാർഷി ഏരിയാസ്. ഒന്നെങ്കിൽ മാർഷി ഏരിയാസിൽ കാണാം, അല്ലെങ്കിൽ എവിടെ കാണാൻ പറ്റും? ആനിമൽസിന്റെ റുമിനന്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അയവർക്കുന്ന ആനിമൽസ്. അതായത് പശുവൊക്കെ എന്താണ്, വായയിലേക്ക് ഫുഡ് എടുത്തിട്ട് അവർ അവിടെ വെച്ചിട്ട് പകുതി ചില സമയത്ത് വിഴുങ്ങി വെക്കും, പകുതി ഡൈജസ്റ്റ് ചെയ്തിട്ട് പകുതി ഭാഗം വിഴുങ്ങി വെക്കും. അതായത് ഫുൾ അവരെന്ത് ചെയ്യില്ല, അവരുടെ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലോട്ട് പോകില്ല, പകുതി ഭാഗത്ത് വെക്കും. എന്നിട്ട് അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ സ്വാലോ ചെയ്ത ഫുഡ് രണ്ടാമത് വായയിലോട്ട് എടുത്തിട്ടാണ് ബാക്കി അവരെന്ത് ചെയ്യാൻ വായയിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് റുമിനന്റ് ആനിമൽസ്. ചില മെത്തനോജൻസ് ഈ റുമിനന്റ് ആനിമൽസിന്റെ ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ തൊണ്ടയില്ലേ, അതേപോലെ ആനിമൽസിനെ തന്നെ പറയുന്നതാണ് ഗട്ട് എന്ന് പറയുന്നത്. ഈ ഗട്ടിൽ എന്തുണ്ടാകും? ഈ മെത്തനോജൻസ് ഉണ്ടാകും. എന്നിട്ട് ആഫ്റ്റർ ഡൈജഷൻ ഈ എന്താ ഫുഡ് പാർട്ടിക്കിൾസ് ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് മെത്തനോജൻസും അതിന്റെ ഒപ്പം കടന്നു വന്നിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് വേസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവര് എന്ത് ചെയ്യും? നശിച്ചു പോയില്ലേ, ഒരു ബാക്ടീരിയ അല്ലേ, പുറത്തോട്ട് വേസ്റ്റ് ആയി വരുന്ന സമയത്ത് എന്തിലുണ്ടാകും ഇവര്? ഡങ് എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റ്. ഓക്കെ, ഫുഡ് വേസ്റ്റില് ഈ മെത്തനോജൻസ് ഉണ്ടാവും. ഈ മെത്തനോജൻസിന് എന്തിനുള്ള കഴിവുണ്ട്? ടു പ്രൊഡ്യൂസ് ബയോഗ്യാസ്. എന്താണ് മകളെ ബയോഗ്യാസ് പറഞ്ഞാല്? മീത്തേൻ ഗ്യാസ്. നിങ്ങള് ഇപ്പൊ ചാണകം, കൗവിന്റെ ഡങ്ങില്ല, അതിന് ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ലാണ്. എന്തുകൊണ്ടാണ് സ്മെല്ല് എന്ന് അറിയും? അതിനകത്ത് മെത്തനോജൻസ് ഉണ്ടാവും. ഓക്കെ, മെത്തനോജൻസ് എന്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും? മീതേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ഗ്യാസാ പ്രൊഡ്യൂസ് ചെയ്യാം? മീതേൻ ഗ്യാസ്. ഇമ്പോർട്ടന്റ് ആണ് ട്ടോ, ചോദിക്കാറുണ്ട്. മീതേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ഏതാണ്? മെത്തനോജൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽ. ഇതൊക്കെ ചെറിയൊരു പോർഷൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. ഏറ്റവും ചെറിയ ലിവിംഗ് സെൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൈക്കോപ്ലാസ്മ. ആരാണ്? മൈക്കോപ്ലാസ്മ. ഇവർക്ക് വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്? they can survive without oxygen. ഇമ്പോർട്ടന്റ് ആണ്. എങ്ങാനും മൈക്കോപ്ലാസ്മയുടെ 2 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? they are the smallest living cell. രണ്ടാമത്തെ പോയിന്റ് എന്ത് എഴുതാം? they can survive without oxygen. മൂന്നാമത്തെ പോയിന്റ് എന്ത് എഴുതാം? they do not have cell wall. അവർക്ക് എന്തില്ല? അവർക്ക് സെൽ വാള് ആബ്സെന്റ് ആണ്. ഈ 3 കാര്യങ്ങള് മൈക്കോപ്ലാസ്മിനെ പറ്റിയിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ്, diatoms are the chief producers of ocean, useful to us even after their death. Evaluate the statement. Evaluate the statement എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അത് ആൻസർ ചെയ്യില്ല. നോക്കിയടാ, ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ ആ സെന്റൻസിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതണം. നോക്കിയേ, നിങ്ങൾക്കറിയാം ഡയാറ്റംസ് എവിടെയാ പഠിക്കുന്നത്? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഡയാറ്റംസ് ഉള്ളത്. ക്രൈസോഫൈറ്റ്സിൽ ആകെ പഠിക്കാനുള്ള ഡയാറ്റംസ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് എല്ലാ കൊല്ലം ചോദിക്കുന്ന ക്വസ്റ്റ്യനും ക്രൈസോഫൈറ്റ്സ് ആയിരിക്കുള്ളൂ. നോക്കിയേ, ശ്രദ്ധിച്ചേ, നിങ്ങൾക്കറിയാം ഡയാറ്റംസ് എന്ത് ചെയ്യും? അവരെ ഡെത്ത് ഡയാറ്റംസ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്. ഡയാറ്റംസിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്? സിലിക്ക. സിലിക്കയുടെ പ്രത്യേകത എന്താണ്? അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഓർക്കുക, ഡയാറ്റംസിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്ക വെച്ചിട്ടാണ്. സിലിക്ക ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, ആർക്കും നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാല് സിലിക്ക ആർക്കും നശിപ്പിക്കാൻ പറ്റോ? ഇല്ല. ഈ സിലിക്ക വെച്ചിട്ടുള്ള സെൽവാള് നേരെ എവിടേക്ക് വരും? റിവർ ബെഡിലോട്ട് വരും. റിവർ ബെഡ് എന്ന് പറഞ്ഞാല് ഇത് റിവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ അടിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റിവർ ബെഡ് എന്ന് പറയാം.
ഇനി ഡയാറ്റംസിനെ മിസ് പഠിപ്പിച്ച വേറൊരു കാര്യം ഓർമ്മയില്ല, ഇവർക്ക് എങ്ങനത്തെ ഷേപ്പാണ്? ഒരു സോപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഡയാറ്റംസിനുള്ളത്. ഓക്കെ, ഇവരുടെ സെൽ വാള് ആഫ്റ്റർ ഡെത്ത് സിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നേരെ റിവർ ബെഡിലോട്ട് വരും. ഇത് മൈക്രോസ്കോപ്പിക് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡയാറ്റംസ് ഇങ്ങനെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മൗണ്ടൻ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യും. മൗണ്ടൻ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യും. ശ്രദ്ധിക്കണം, നോക്കിയേ. Diatoms have left behind large amount of cell wall deposit in their habitat. അവര് ഉള്ള സ്ഥലത്ത് അവരുടെ മരണശേഷം എന്ത് ചെയ്യും? ഇവരുടെ സെൽ വാള് അടിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആകും. നോക്കിയേ, ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ കുറേ സെൽ വാൾ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും, ഒരു മല പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യും. ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയാറ്റോമീഷ്യസ്. ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ഡയാറ്റോമീഷ്യസ് എർത്ത്? ഡയാറ്റോമീഷ്യസ് എർത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 വരി എഴുതിയാൽ മതി. ഇനി സ്റ്റേറ്റ്മെന്റ് വാല്യൂറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ല ആൻസർ. അവർ പറഞ്ഞിട്ടുള്ളത് ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. അതിന്റെ ആൻസർ ഇവിടെ ആയിട്ടില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യണ ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഡയാറ്റോമീഷ്യസ് എർത്ത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ പോളിഷിങ്ങിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ഡയാറ്റോമീഷ്യസ് എർത്ത്? അല്ലെങ്കിൽ ഇതേപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ഡയറക്റ്റ് ഡയാറ്റോമീഷ്യസിന്റെ 2 യൂസ് ചോദിക്കാം. അല്ലെങ്കിൽ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്? സിലിക്ക വെച്ചിട്ടാണ്. ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഓക്കെ, നോക്കിയാൽ മിസ് ഇവിടെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോകും. ചില വേറെ രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല. നോക്കിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. സെൽ വാൾ ഡെപ്പോസിറ്റ് ഓഫ് ഡയാറ്റംസ് ആർ കോൾഡ് ഡയാറ്റോമീഷ്യസ് എർത്ത്. റൈറ്റ് എനി ടു യൂസ് ഓഫ് ഇറ്റ്. വേറെ ഡയറക്റ്റ് അതിന് 2 യൂസ് എഴുതാൻ വേണ്ടി ചോദിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ആർ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് എഴുതണം. അതായത് ഇവരെ കൊണ്ട് നോക്കിയേ, ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ഇതിനെ സപ്പോർട്ട് ചെയ്തൊരു സെന്റൻസ് എഴുതാൻ പറഞ്ഞാലും ഇവരുടെ യൂസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താ അറിയുള്ളൂ? പോളിഷിങ്ങിന് ഉപയോഗിക്കും, അതേപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ് എന്ന് ഉപയോഗിക്കും. സിറപ്പ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇനി ഓക്കെ, നേരത്തെ വന്ന ക്വസ്റ്റ്യന്റെ വേറൊരു സംഭവമാണ്. നോക്കിയേ. which among the following produce biogas from the dung of ruminant animals? ആൻസർ എന്താണ്? മെത്തനോജൻസ്. റിപ്പീറ്റ് ആയി വന്നാൻ തോന്നുന്നുണ്ട്, എന്നാലും ഓർത്ത് വെക്കണം, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ 3 ബാക്ടീരിയയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ മെത്തനോജൻസ് ആണ്. റുമിനന്റ് ആയിട്ടുള്ള ആനിമൽസിന്റെ ഡങ്ങിൽ നിന്ന് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണെന്ത്? മെത്തനോജൻസ്. നെക്സ്റ്റ്, റൈറ്റ് എനി 2 യൂസേഴ്സ് ഓഫ് ബാക്ടീരിയ. അതായത് മക്കള് സിമ്പിൾ ആയിട്ട് എഴുതും. പക്ഷെ മിസ് പറയുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റ് ബുക്കിലുള്ളത് എഴുതുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ്. ഓക്കെ, നമ്മുടെ NCERT എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് എഴുതുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നിങ്ങൾ കുറെ യൂസ് എഴുതുന്ന മിസ്സിന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് ഇത് പഠിച്ചിട്ട് പോകാം. എളുപ്പമാണ്. നോക്കിയിടാം. ഒന്നാമത്തെ യൂസ് എന്താണ്? മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ത്? ഈ ആദ്യത്തത്. രണ്ടാമത് നോക്കിയേ, പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴാണ് ആന്റിബയോട്ടിക്സ് ഉണ്ടാവാം? നമ്മുടെ ബോഡിയിൽ എപ്പോഴാണ് ആന്റിബയോട്ടിക്സ് ഉണ്ടാവാം? നമ്മുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിയിൽ ആന്റിബയോട്ടിക്സ് ഉണ്ടാവുക. അപ്പൊ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ആരുടെ സഹായം വേണം? ബാക്ടീരിയയുടെ ഹെൽപ്പ് വേണം. ഇത് നോക്കിയേ, ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്. പയറ് ചെടി, മക്കള് പയറ് ചെടി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അത് പറിക്കുന്ന സമയത്ത് അതിന്റെ റൂട്ടിൽ നൊഡ്യൂൾസ് കാണും. ഓക്കെ, നമുക്ക് ഒരിക്കലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റ് നമുക്ക് അബ്സോർബ് ചെയ്യാനോ ആ നൈട്രജനെ ഫിക്സ് ചെയ്യാനോ നമുക്ക് പറ്റില്ല, പ്ലാന്റ്സിന് പറ്റില്ല. അപ്പോ
ഈ പയർവർഗ്ഗങ്ങളില്ല, ഞാൻ ലെഗ്യൂം എന്ന് പറയാം കേട്ടോ, ഇതിന്റെ റൂട്ടിൽ ചെറിയ നൊഡ്യൂൾസ് കാണാൻ പറ്റും. ഓക്കെ, ഈ നൊഡ്യൂൾസിന് എന്തിനുള്ള കഴിവുണ്ടാവും? ഈ നൈട്രോജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഈ നൊഡ്യൂൾസിന് എന്താ ഉള്ളത്? ബാക്ടീരിയ ആണ് അതിന്റെ ഉള്ളത്. ഓക്കെ, ആ ബാക്ടീരിയക്ക് എന്തിനുള്ള കഴിവുണ്ടാവും? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്ത് അവരെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതിനെയാണ് എന്ത് പറയാ? ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂമിനസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ വന്ന ക്വസ്റ്റ്യന്റെ മിസ് പറഞ്ഞിട്ട് അവിടെ മിസ് എടുത്തപ്പോ ഈ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തെറ്റിക്കും, മിസ്സിന് ഉറപ്പാണ്. നിങ്ങൾ ബാക്കി എല്ലാം പഠിച്ചു പോകും, ആ ഗ്രൂപ്പിന്റെ പേര് പഠിക്കില്ല. The atoms are the chief producers in the ocean. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. Name the group to which diatoms belongs to. ഏത് ഗ്രൂപ്പിനാണ് ഡയാറ്റംസ് ബിലോങ് ചെയ്യുന്നത്? ഏത് ഗ്രൂപ്പിനാണ്? ക്രൈസോഫൈറ്റ്സ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യാൻ വിട്ടുപോകുന്ന പോർഷൻ ആണ്. ഏത് ഗ്രൂപ്പിനാണ്? ക്രൈസോഫൈറ്റ്സിനാണ്. ഓക്കെ, ഈ നെക്സ്റ്റ്. What is chemosynthetic bacteria? ഇതങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടില്ല, 1-2 തവണ ചോദിച്ച് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ടെക്സ്റ്റ് ബുക്കില് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്ന ടോപ്പിക്കാണ്. മക്കളെ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ് പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പഠിച്ചു പോകാം. പ്രീവിയസ് ഇയർ നോക്കണം, അതിന്റെ ഒപ്പം ടെക്സ്റ്റിൽ ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, എന്താണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കെമിക്കൽസിനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് പറയാ? കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയുടെ എളുപ്പമാണ്, കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട. നോക്കിയേ, ദ ബാക്ടീരിയ വിച്ച് ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ്. മക്കളെ +1 മക്കളാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാർബണും ഹൈഡ്രജനും ഇല്ലാത്ത കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് തന്നിട്ടുള്ളത്. നൈട്രേറ്റ്സും നൈട്രൈറ്റ്സും രണ്ടും സെയിം അല്ല. ഈ വാക്കുകളൊക്കെ എന്റെ മക്കള് +2 പഠിക്കും കേട്ടോ. ഇനി +2 മക്കളാണ് വീഡിയോ കാണണമെങ്കിൽ അവർക്ക് നൈട്രേറ്റ്സും നൈട്രൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. എന്റെ +1 മക്കൾ എന്താ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട. കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബാക്ടീരിയ ആണ്. അത് എന്തിനെയാണ് ഓക്സിഡൈസ് ചെയ്യുക? which oxidize various inorganic substance. ഇനോർഗാനിക് എന്ന് പറഞ്ഞാല് കാർബണും ഹൈഡ്രജനും ഇല്ലാത്ത ആൾക്കാര്. such as എക്സാമ്പിൾ എന്താണ്? നൈട്രേറ്റ്സും നൈട്രൈറ്റ്സും അതേപോലെ തന്നെ അമോണിയ. അമോണിയ നിങ്ങൾക്ക് പരിചയമാണ്, NH3 അമോണിയ. ഇനി ഇവരൊക്കെ ഓക്സിഡൈസ് ചെയ്യുമ്പോ കുറച്ച് എനർജി റിലീസ് ആവും. നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചിട്ടുണ്ട്, റെസ്പിറേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഈ റിലീസ് ആവുന്ന എനർജി എന്തായിട്ടാ സ്റ്റോർ ചെയ്യുക? ATP ആയിട്ട് സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി റിലീസ് ആവുന്നുണ്ട്. ഈ എനർജി എന്തിനു ഉപയോഗിക്കും? ATP പ്രൊഡക്ഷന് ഉപയോഗിക്കും. എന്തിനു ഉപയോഗിക്കും? ATP പ്രൊഡക്ഷന് ഉപയോഗിക്കും. യെല്ലോ കളർ കാണില്ല അല്ലെ, റെഡില് സ്റ്റാർ കേട്ടാ. എന്തിനു ഉപയോഗിക്കും? ATP പ്രൊഡക്ഷൻ ഉപയോഗിക്കും. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാല്? ബാക്ടീരിയ വിച്ച് ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് such as nitrates, nitrites and ammonia, and it will release some energy and used for പ്രൊഡക്ഷൻ ഓഫ് ATP. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോംപ്ലിക്കേഷൻ ആക്കണ്ട, റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. മനസ്സിലായില്ലെങ്കിൽ മിസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയടാ. They play a great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഈ നൈട്രൈറ്റ്സിനെയും നൈട്രേറ്റ്സിന് അല്ലെങ്കിൽ അമോണിയ അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആരായിക്കോട്ടെ, ഹൈഡ്രജനും കാർബണും ഇല്ലാത്ത ഏത് സബ്സ്റ്റൻസിനെയും ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ആക്കും. ആ എനർജി ഉപയോഗിച്ചിട്ട് ATP ഉണ്ടാക്കും. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകും. അങ്ങനെ പുതിയ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതിനെയാണ് റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് പറയുന്നത്. അതായത് ഒരു ഇനോർഗാനിക്കിന് ഓക്സിഡൈസ് സംഭവിച്ചു, അവരെ ഓക്സിഡൈസ് ചെയ്തു, അപ്പൊ അവിടെ റീസൈക്ലിംഗ് നടന്ന് പുതിയ പുതിയ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ചില ആൾക്കാരാണ് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ. ഇവരുടെയൊക്കെ റീസൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്?
കീമോസിന്തറ്റിക് ബാക്ടീരിയ ആണ്. പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, വേണമെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, write two features of euglenoids. യൂഗ്ലിനോയിഡ്സ്, ആ ഒരു ഭാഗത്ത് നിന്ന് യൂഗ്ലിനോയിഡ്സ് ആണ് സ്ഥിരമായിട്ട് 2 പോയിന്റ് 3 പോയിന്റ് ഒക്കെ എഴുതാൻ വേണ്ടി ചോദ്യം കണ്ടിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ ചോദ്യം കണ്ടിട്ടില്ല. പിന്നെ ഗോണിയോലാക്സ് ചോദിക്കാറുണ്ട്, റെട്ടൈഡ് ആ സംഭവം ചോദിക്കാറുണ്ട്. അതല്ലാതെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ മിസ് കണ്ടിട്ടില്ല കേട്ടാ. യൂഗ്ലിനോയിഡ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മിക്കപ്പോഴും 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ കുറച്ചധികം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏതെങ്കിലും മാക്സിമം ഒരു 3 അല്ലെങ്കിൽ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടാ. നോക്കിയടാ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നിങ്ങൾക്കറിയാം, മെജോറിറ്റി ഓഫ് ദം ലീവ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. എന്താണ് സ്റ്റാഗ്നന്റ് വാട്ടർ? ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെയാണെന്ന് പറയാ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത്. യൂഗ്ലിനോയിഡ്സിനെ കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്, അതേപോലെ തന്നെ സ്റ്റാഗ്നന്റ് വാട്ടർ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ, ഇത് പഠിച്ചിട്ട് വേണേ പോകാനായിട്ട്. ഇത് ചില സമയത്ത് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ ദേ ഹാവ് എ പ്രോട്ടീൻലിഷ് ലെയർ കോൾഡ് പെല്ലിക്കിൾ വിച്ച് മേക്ക് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ഇവർക്ക് എന്ത് ആബ്സെന്റ് ആണ്? സെൽ വാൾ ആബ്സെന്റ് ആണ്. സെൽ വാളിന് പകരം ഇവർക്ക് എന്താ ഉള്ളത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ഉണ്ട്. ആ ലെയറിന്റെ പേരാണ് പെല്ലിക്കിൾ. ഇവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ചിലപ്പോ അങ്ങനെ ചോദിക്കാം, യൂഗ്ലിനോയിഡ്സിന്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എന്താണ് റീസൺ? They have a protein rich layer instead of their cell wall called pellicle which makes their body more flexible. അങ്ങനെ ചോദിക്കാം. ഒരു സെന്റൻസിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. നിങ്ങൾ പഠിക്കുമ്പോ എപ്പോഴും അങ്ങനെ പഠിക്കണം. ഒരു സെന്റൻസ് പഠിക്കുമ്പോ ആ സെന്റൻസിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും? ബയോളജി എളുപ്പമാവും. അപ്പൊ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ആർക്കും ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് പഠിക്കുക അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കാം ആ ടോപ്പിക്കിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല. പാറ്റേൺ മാറിയാലും എന്ത് മാറിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാം എന്ത് ചെയ്യും? എളുപ്പമായിട്ട് മാറും. ഇത് ബയോളജി തന്നെയല്ല, ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്കിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും അത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തുടങ്ങിയാല് ആ സബ്ജക്ട് അല്ലെങ്കിൽ ആ ടോപ്പിക് എന്ത് ചെയ്യും? സിമ്പിൾ ആവാൻ തുടങ്ങും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? They have 2 flagella. ഒരെണ്ണം ഷോർട്ട് ആയിരിക്കും, ഒരെണ്ണം ലോങ് ആയിരിക്കും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, എങ്ങാനും യൂഗ്ലിനോയിഡ്സിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കള് മിസ് മാർക്ക് ചെയ്ത് 2 പോയിന്റ് ചെയ്തണം കേട്ടോ. മാർക്ക് ചെയ്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂഗ്ലിനോയിഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും 2 പോയിന്റ് ആണ് മിസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ പോയിന്റ് നോക്കിയേ, ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ അവർ എന്തായിരിക്കും? ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കും. ഇനി സൺലൈറ്റ് പോയി രാത്രി ആയി കഴിഞ്ഞാലോ? when deprived എന്ന് പറഞ്ഞാൽ absent. when absence of sunlight they behave like heterotrophs by predating on smaller organisms. സൺലൈറ്റ് ഉള്ളപ്പോൾ ഒരു വലിയ ആൾക്കാരായിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ട് സൺലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കും. സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ തനി സ്വഭാവം പുറത്തു വന്നു അവരെന്ത് ചെയ്യും? അവരെക്കാളും ചെറിയ ചെറിയ ഓർഗാനിസങ്ങളെ വേട്ടയാടി പിടിക്കും. അതാണ് പ്രിഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ എന്ത് പറയും? ഹെട്രോട്രോപ്സ് എന്നാണ് പറയാ. നമ്മളൊക്കെ ഹെട്രോട്രോപ്സ് ആണ്. ആക്കിയ പ്ലാന്റ്സും പിന്നെ ചില ബാക്ടീരിയകൾ മാത്രമാണ് എന്ത്? ഓട്ടോട്രോപ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? Pigments of euglenoids are identical to those present in the higher plants. അതായത് നമ്മുടെ ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ബി, സാന്തോഫിൽ, കരോട്ടിനോയിഡ് ഇതൊക്കെ ഇല്ലേ? അതിനോട് സിമിലർ ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ് എവിടെ കാണാൻ വേണ്ടി പറ്റുക? യൂഗ്ലിനോയിഡ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. യൂഗ്ലിനോയിഡ്സ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, which group is known as saprophytic protist? അതെന്താ സാപ്രോഫിറ്റിക് എന്ന് പറഞ്ഞാൽ? സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡികമ്പോസേഴ്സ് എന്നൊക്കെ അറിയില്ലേ? സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നവരെയാണെന്ന് പറയാ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. പാരസിറ്റിക് എന്ന് പറഞ്ഞാല് ജീവനുള്ള വസ്തുവിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നവരെയാണ് പാരസിറ്റിക് എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിണ്ടത്തില് ഏത് ഗ്രൂപ്പാണ് സാപ്രോഫിറ്റിക് പ്രൊട്ടിസ്റ്റ എന്നറിയപ്പെടുന്നത്? ഏത് ഗ്രൂപ്പാണ് മക്കളെ? സ്ലൈം മോൾഡ് ആണ്. 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സെന്റൻസ്? സ്ലൈം മോൾഡ് തുടങ്ങുമ്പോ തന്നെ ഫസ്റ്റ് സെന്റൻസ് ഈ ഒരു വരിയാണ്.
എന്തുകൊണ്ടാണ് സ്ലൈം മോൾഡിനെ സാപ്രോഫിറ്റിക് പ്രൊട്ടിസ്റ്റ് എന്ന് പറയുന്നത്? ഈ സ്ലൈം മോൾഡുകൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ട്. ജീവനില്ലാത്ത വസ്തുവിൽ പോയിട്ട് അവര്, നിങ്ങൾ ആ സെന്റൻസ് ഓർക്കുന്നുണ്ടോ? ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ they will produce for unfavorable condition they will form an അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം എന്നൊക്കെ പറഞ്ഞൊരു സെന്റൻസ് ഓർക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? അതേപോലെ ഇതെന്ത് ചെയ്യും? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? സ്ലൈം മോൾസിനുണ്ട്. അതുകൊണ്ടാണ് സ്ലൈം മോൾസ് നമ്മൾ എന്ത് പറയുന്നത്? സാപ്രോഫിറ്റിക് പ്രൊട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കണേ. നെക്സ്റ്റ്, മിസ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആൻസറാ കൊടുത്തിട്ടുള്ളത്. എന്റെ മക്കൾ തെറ്റ് ആൻസർ വെച്ച് പഠിക്കരുത്. മിസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആൻസർ ആണ് നേരെ കൊടുത്തിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് വരുമ്പോ എന്റെ +1 മക്കളെ ശ്രദ്ധിക്കാം, മാച്ച് ചെയ്ത് വെക്കരുത് എക്സാമിന്. പ്രത്യേകിച്ച് ബയോളജിയിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ടെങ്കിൽ എന്റെ മക്കള് ദയവ് ചെയ്ത് മാച്ചും ചെയ്ത് വെക്കരുത്. സൈഡിൽ ഇങ്ങനെ ABDC ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ മിസ് നോക്കില്ല, ടീച്ചർമാർ നോക്കില്ല. എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? നോക്കിയടാ, ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെ മിസ് ഇപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതി വെക്കണ പോലെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ നേരെ എഴുതി വെക്കണം. ബോക്സ് ഒന്നും വരയ്ക്കാൻ ഒരു നിർബന്ധമില്ല. ബോക്സ് വരയ്ക്കാനും വേണ്ട നിങ്ങൾ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നാല് ഇവിടെ A കോളം B കോളം അത് കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ എഴുതാ ഇതിന്റെ കറക്റ്റ് ആൻസർ ഈ സൈഡിൽ എത്തണം. മാച്ച് ചെയ്ത് വെക്കാൻ പാടില്ല, ഇവിടെ എഴുതി വെക്കാനും പാടില്ല. നമ്മളിപ്പോ വലിയ കുട്ടികളായി, കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന പോലെ മാച്ച് ചെയ്ത് വെക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് നേരെ എഴുതി വെക്കാം. ഓക്കെ, ഇത് ഏതാ ടോപ്പിക് എന്ന് മനസ്സിലായി? ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടോസോവ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് മാത്രം പഠിക്കാനുള്ളവരുന്ന്. ഇതാണ് ചോദിക്കാറവരുന്ന്. നോക്കിയേ, ഒന്നാമത്തെ പ്രോട്ടോസോവന്റെ പേര് എന്താണ്? അമീബോയിഡ് പ്രോട്ടോസോവൻ. എക്സാമ്പിൾ എന്താണ്? 3 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്? ഓർത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ആ പേജിൽ ഏറ്റവും ടോപ്പ് പോർഷനിലുണ്ട് ഏതാണ് അമീബകൾ എന്നുള്ളത്. 3 അമീബകളുടെ പേര് പഠിക്കാനുണ്ട്. എന്താണ് മിസ്സിന്റെ ഓർമ്മ? ആ അമീബയുടെ പേരും കൂടി ഓർക്കാം. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോവന് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് എൻഡമീബ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിട്ട് പോവാം. അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് എൻഡമീബ. ഇനി ഇത് വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. ട്രിപ്പാനോസോമയുടെ വേറെ പ്രത്യേകത ഉണ്ടല്ലോ, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് എന്ത്? ട്രിപ്പാനോസോമ. ആ ഒരു പോയിന്റ് കൂടി എന്റെ മക്കൾ ഇതിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ പാരമീസിയം, അത് മാത്രം പഠിക്കാനുള്ളൂ. സ്പോറോസോവൻസ് ഏതാണ്? പ്ലാസ്മോഡിയം, ഒരെണ്ണം പഠിക്കാനുള്ളൂ. ഇവിടെ മാത്രമാണ് എക്സ്ട്രാ എക്സാമ്പിൾ പഠിക്കാനുള്ളത്. അത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇപ്പൊ തന്നെ മാർക്സ് നോക്കിട്ടാ. ഇനി ട്രിപ്പാനോസോമ ആണെങ്കിൽ വേറൊരു വാക്കുകൊണ്ട് പഠിക്കണം. സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ആണ് ആര്? സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ആണ് ആര്? ട്രിപ്പാനോസോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഓക്കേടാ, ഇത് മിസ്സില്ല, ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വരാം. നോക്കിയടാ, ഫംഗ എന്ന് പറയുന്ന ടോപ്പിക്കിന്ന് മിസ് ആ ടോപ്പിക്കിന്ന് മൊത്തം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒറ്റ സ്ലൈഡിലാക്കി കൊടുത്തേക്കുന്നതാണ്. നോക്കിയേ, ഓരോന്നിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം ഫംഗസിന്ന് എക്സാമ്പിൾ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. ഒന്നാമത് നോക്കിയേ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ള ആകെ ഒരു യൂണിസെല്ലാർ ഫംഗസേ ഉള്ളൂ. ആ യൂണിസെല്ലാർ ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വീറ്റ് റസ്റ്റ്, ഈ വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീറ്റ് റസ്റ്റ് കോസിങ് ഫംഗൈ ഏതാണ്? പക്സീനിയ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് റസ്റ്റ് ഫംഗൈ എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാ റസ്റ്റ് ഫംഗൈ. പക്ഷെ ഫംഗൈയുടെ ഡിസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 4ാമത്തെ 5ാമത്തെ വരിയില് വീറ്റ് റസ്റ്റ് കോസിങ് ഫംഗൈ എന്ന് പറഞ്ഞിട്ട് കാണാം. എങ്ങാനും എക്സാമിന് വീറ്റ് റസ്റ്റ് കോസിങ് ഫംഗൈ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കരുത്. ഏത് ഫംഗസാ കോസ് ചെയ്യുന്നത്? പക്സീനിയ. ആരാ കോസ് ചെയ്യുന്നത്? പക്സീനിയ. ഇനി ആന്റിബയോട്ടിക്സ് നമ്മൾ അന്നും ഇന്നും, അതായത് 8ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. മിസ് പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? പെനിൻസീലിയം. ആന്റിബയോട്ടിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫംഗസ് നമുക്ക് പഠിക്കാനുള്ളത് ഏത് എക്സാമ്പിൾ ആണ്? പെനിൻസീലിയം ആണ്. ഇനി നമ്മുടെ വീട്ടിലെ ബ്രെഡിലൊക്കെ വരുന്ന ഫംഗസിന്റെ പേരെന്താണ്? റൈസോപ്പസ്. എന്താ മക്കളെ? റൈസോപ്പസ്. അതിന് ഒരു എന്താ പറയാ കോഡ് ഒന്നും വെക്കാനില്ല. കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. നോക്കിയേ, യൂണിസെല്ലുലാർ ഫംഗ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈസ്റ്റ് ആണെന്നുള്ളത്. ഇനി ഇത് പഠിക്കണം. റസ്റ്റ് പക്സീനി. ഇവിടെ വേറൊരു സ്മട്ട് ഫംഗ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇനി വീട്ടിലൊക്കെ ബ്രെഡിൽ വരുന്ന ഫംഗസിന്റെ പേര് റൈസോപ്പസ്. ഇനി മസ്റ്റാർഡിന്റെ ലീഫില് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫംഗസ് ആയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആൽബുഗോ. അങ്ങനെ വേണം പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയടാ,
ബ്രെഡിൽ വരുന്ന ഫംഗസ് റൈസോപ്പസ്. മസ്റ്റാർഡിന്റെ ലീഫില് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആ ഫംഗസ് ആണ് എന്ത്? ആൽബുഗോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഫംഗസ് ഈ മഷ്റൂംസ് ഇല്ലേ, അത് ഫംഗസ് ആണ്. മഷ്റൂംസ് നിങ്ങൾക്കറിയാം, മഷ്റൂംസ് ടൂൾസ് ഒക്കെ എന്താണ് എഡിബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത ഡ്രഗ്സ് ആയിട്ടുള്ളതുണ്ട്. അതിനകത്ത് എഡിബിൾ ആയിട്ടുള്ള ഫംഗസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതേണ്ടതാണ് മോറൽസും ട്രഫിൾസും. നമ്മൾ ഇവിടെ എങ്ങനെ നോർമൽ ആയിട്ട് നമ്മൾ അധികം കഴിക്കാറില്ല, പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് കോമൺ ആയിട്ട് കഴിക്കുന്ന മഷ്റൂംസ് ആണ് കേട്ടോ. എഡിബിൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന മഷ്റൂം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മോറൽസും അതേപോലെ തന്നെ ട്രഫിൾസും ആണ്. ഇനി നെക്സ്റ്റ് മഷ്റൂം ആയിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന മഷ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഗാരിക്കസ്. ഏതാ മക്കളെ? അഗാരിക്കസ്. നിങ്ങൾക്ക് ഡൗട്ട് ആവും, മഷ്റൂം ഒരു ഫംഗസ് ആണ്. മഷ്റൂം ഒരു ഫംഗസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എനിക്ക് തോന്നുന്നു ബെസിഡിയോമൈസിസ് എന്ന് പറയുന്ന ആ ഏരിയയിലെ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് മഷ്റൂം കേട്ടാ. നമ്മൾ കഴിക്കുന്ന മഷ്റൂം എന്താണ്? നമ്മൾ കാണുന്ന മഷ്റൂം ഒക്കെ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗ. ഇതാണ് മിസ് പറഞ്ഞത് സ്മട്ട് ഫംഗ. മിസ് ഇതിനെ ഓർത്ത് വെക്കുക US എന്നാണ്. റസ്റ്റ് ഫംഗയുണ്ട്, സ്മട്ട് ഫംഗയുണ്ട്. റസ്റ്റ് ഫംഗയുടെ എക്സാമ്പിൾ ആണ് നോക്കിയടാ, റസ്റ്റും ഉണ്ട് സ്മട്ടും ഉണ്ട്. റസ്റ്റ് ഫംഗസിന്റെ എക്സാമ്പിൾ ആണ് പക്സീനിയ. സ്മട്ട് ഫംഗയുടെ എക്സാമ്പിൾ ആണ് യൂസ്റ്റിലാഗോ. എന്താണ് പറയാ? യൂസ്റ്റിലാഗോ. മിസ് ഇതിനെ US എന്ന് ഓർത്തിരിക്കും. പിന്നെ PMR-ഉം കാണാൻ ഏകദേശം PR എന്ന് ഓർത്തു. ഞാൻ ഇങ്ങനെ കാണാൻ ഏകദേശം സിമിലർ ആയതുകൊണ്ട് PR എന്ന് ഓർത്തു വെക്കും. ഇത് മിസ് US എന്ന് ഓർത്തു വെക്കും. കാരണം റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതേപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സ്മട്ട് ഫംഗയും റസ്റ്റ് ഫംഗയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കിലും? മിസ് ഇപ്പോൾ ഇതിനകത്ത് ചെറിയ ചാപ്റ്റർ അല്ല, വലിയ ചാപ്റ്റർ ആണെങ്കിലും മിസ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ മക്കള്? ഓക്കെ, ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് +2 വരുന്നുണ്ട്. ഇവിടെന്നേ ഇത് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ +2 നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം +2 ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ഇവിടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്. നോക്കിയിടാം, സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ ഇൻവോൾവ്സ് 3 steps. 3 സ്റ്റെപ്സ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബിയും സിയും ഇതാണ്. സോറി കേട്ടോ മക്കളെ, ഇതാണ് A, ഇതാണ് C. ഇതാണ് C. മിസ് അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ, ആദ്യത്തെ A, പിന്നത്തെ C. ഓക്കെ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫംഗൈ എന്ന് പറയുന്ന പോർഷനിൽ രണ്ടാമത് വരുന്ന പോർഷനിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാരെങ്കിലും എന്താണ് മക്കളെ? ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ഫംഗസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനില് 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പും ബ്ലാങ്ക് ആണ്, ലാസ്റ്റത്തെ സ്റ്റെപ്പും ബ്ലാങ്ക് ആണ്. മിഡിലെ സ്റ്റെപ്പ് പറഞ്ഞത് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയസ് ഈസ് കോൾഡ് കാരിയോഗമി. കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ 2 സെല്ല് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് 2 സെല്ലാണെന്ന് വിചാരിക്കാം. ഈ 2 സെല്ല് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവരുടെ എന്താ ഫ്യൂസ് ചെയ്യാ? ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇവർക്ക് സെന്ററിൽ എന്തുണ്ട്? നോക്കാം, 2 സെല്ലുകള് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത്, 2 സെല്ല് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവരുടെ ഫ്യൂസ് ചെയ്യാൻ എന്താണ്? ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട് കേട്ടാ. ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫ്യൂസ് ചെയ്യാൻ ന്യൂക്ലിയസ് ആണോ സൈറ്റോപ്ലാസം ആണോ? ഈ സൈറ്റോപ്ലാസം തന്നെയാണ് എന്ത് പറയാ? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ആദ്യം ഫ്യൂസ് ചെയ്യുക എന്താണ്? പ്രോട്ടോപ്ലാസം ആണ്. ആദ്യം ഇവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് ഇവര്, ഇതിപ്പോ ഒരു ആനിമലിന്റെ മുഖം പോലെ ഉണ്ടല്ലേ, അതിന് ശ്രദ്ധിച്ചാൽ മതി. മിസ്സിന് വരച്ചത് ഭംഗിയൊന്നും നോക്കണ്ട. ആദ്യം എന്ത് ചെയ്യും? പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും. 2 സെല്ലായിട്ട് ഇരുന്നത് ഫ്യൂസ് ചെയ്ത് ഒറ്റ സെല്ലായിട്ട് മാറി. ഒറ്റ സെല്ലായിട്ട് മാറി. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തു. അപ്പോഴും ഇവരുടെ എന്ത് ഫ്യൂസ് ചെയ്തിട്ടില്ല? ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ ഓഫ്, നോക്കിയടാ, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് 2 ഗാമേറ്റ്സ്. ഗാമേറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താ? മിസ് ഇവിടെ സെല്ലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഗാമേറ്റ്സ് പറഞ്ഞ എന്തുകൊണ്ടാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനില് ഇൻവോൾവ് ചെയ്യുന്ന 2 ആൾക്കാരെയാണ് ഫീമെയിൽ ഗാമേറ്റും മെയിൽ ഗാമേറ്റും. അതാണ് അവരുടെ ഗാമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 ഗാമേറ്റ്. ഇപ്പൊ സ്പെർമും ഓവവും ഫ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്താ കാര്യം നടക്കുക? അവരുടെ സൈറ്റോപ്ലാസം അത് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ഫ്യൂസ് ചെയ്യും? ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്?
ഫസ്റ്റ് ഫ്യൂഷനെയാണ് നമ്മൾ എന്താ പറയാ പ്ലാസ്മോഗമി. പ്ലാസ്മോ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. ഫസ്റ്റ് നടക്കുന്ന പ്രോസസ് ആണ് എന്ത് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആണ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയർ. ഇനി രണ്ട് ന്യൂക്ലിയസ് കൂടി ഫ്യൂസ് ചെയ്താൽ എന്താ ഇങ്ങനെ ഉണ്ടാവും, വലിയ സെല്ലും ആകും, അവരുടെ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി മൂന്നാമത്തത് മിയോസിസ് ഇൻ ദ സൈഗോട്ട് ഫോമിംഗ് ഹാപ്ലോയിഡ് സ്പോർസ്. ഇവിടെ ഈ ഒരു വാക്കും കൂടി ഉണ്ട്, മിയോസിസ് ഇൻ ദ സൈഗോട്ട് ഫോമിംഗ് ഹാപ്ലോയിഡ് സ്പോർസ്. ഇത് നിങ്ങൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പഠിച്ച കുട്ടികളാണ്, ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. രണ്ട് ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2n ഉണ്ടാകും. നമ്മുടെ സൈഗോട്ട് എന്തായിരിക്കും, അതായത് പ്ലാസ്മോഗമിയും കാരിയോഗമിയും കഴിഞ്ഞുണ്ടാവുന്ന ഈ ഒരു സെല്ല് 2n ആയിരിക്കും. ഓക്കെ, ഇതിനാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഇതിനെന്ത് സംഭവിക്കണം, മിയോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള കുട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഫംഗസിന്റെ കേസ് ആയതുള്ളത് എന്താണ്, ഇവരെ കുട്ടി എന്ന് പറയുന്നത് സ്പോറാണ്. ഈ സ്പോറിൽ നിന്നാണ് അടുത്ത ഫംഗസ് ഉണ്ടാവുന്നത്. ഇതാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ. രണ്ട് ഗാമേറ്റ്സ്, ഫീമെയിലും മെയിലും രണ്ട് ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്താൽ ആദ്യം അവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും, പ്ലാസ്മോഗമി. പിന്നീട് അവരുടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, കാരിയോഗമി. എന്നിട്ട് അവർക്ക് സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് 2n ആയിരിക്കും. അതിന് മിയോസിസ് സംഭവിച്ച് ഹാപ്ലോയിഡ് ആയിട്ടുള്ള, മിയോസിസ് എന്ന് പറഞ്ഞ റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള എന്തുണ്ടാകും, ഒരു സ്പോർ ഉണ്ടാകും. ആ സ്പോറിൽ നിന്ന് എന്തുണ്ടാകും, അടുത്ത ഒരു ഫംഗസ് ഉണ്ടാകും. ഇതാണ് ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്റെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഡൈകാരിയോൺ ഫേസ്. ഇതും എന്താണ്, ആ പോർഷന്റെ അടിയിൽ കാണുന്ന പോർഷനാണ്. മിസ് ഇപ്പൊ പറഞ്ഞു രണ്ടുപേര് ഫ്യൂസ് ചെയ്യുന്നു, പ്ലാസ്മോഗമി കാരിയോഗമി. ചില സെല്ലുകളുടെ കേസിൽ നോക്കിയാണ് മക്കളെ, N+N ഇവര് ഫ്യൂസ് ചെയ്തു. ആദ്യം ഇവരുടെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്ത് നിൽക്കാണ്. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് എന്ത്, പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി കഴിഞ്ഞിട്ട് അപ്പം തന്നെ നടക്കണം, കാരിയോഗമി നടക്കണം. പക്ഷേ ആസ്കോമൈസസ് അതേപോലെ തന്നെ ബസീഡിയോമൈസസ് ഈ രണ്ട് ഗ്രൂപ്പുകളിലും എന്ത് നടക്കില്ല, ഈ പറയുന്ന കാരിയോഗമി അത്ര പെട്ടെന്ന് നടക്കില്ല. അവര് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ കുറച്ച് നാളുകൾ തുടരും. ഈ രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോ. നോക്കിയടാ, ഇൻ സം ഫംഗൈ, ചില ഫംഗസുകളില് ഫ്യൂഷൻ ഓഫ് ടു ഹാപ്ലോയിഡ്സ്, അതായത് എന്നും ഫ്യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് ഇൻ ഡിപ്ലോയിഡ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മിസ് ഇവിടെ വരച്ച പോലെ അവർ എന്തായിട്ട് മാറും, പെട്ടെന്ന് തന്നെ 2n സെല്ലായിട്ട് മാറും. ഈ പ്ലാസ്മോഗമിയും കാരിയോഗമിയും ഒക്കെ പെട്ടെന്ന് നടക്കും. പക്ഷേ എവിടെയാണ്, in another fungi like Ascomyces, Basidiomyces, ഇവർ രണ്ടുപേർക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ നടക്കില്ല. അവിടെ എന്ത് സ്റ്റേജ് ഉണ്ട്, ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ആവാതെ നിൽക്കുന്നതിനെയാണ് ഇത് പറയാ ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയാ. ആ സ്റ്റേജിന് എന്ത് പറയും, ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, ആ സ്റ്റേജിന് ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയും. ഇനി the dikaryotic stage occurs, this phase is known as dikaryon phase. ഇനി എന്താണ് ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the nucleus will not fuse immediately. അല്ലെങ്കിൽ കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് എഴുതണമെങ്കിൽ എന്ത് എഴുതണം, കാരിയോഗമി will not take place immediately. ഓക്കെ, ആ ഒരു ഫേസിനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ ഫേസ്. തന്നെ മക്കൾ ഉറപ്പാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ കേട്ടോ. ഇനി the class of fungi is known as imperfect fungi. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മിസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാ വെച്ചിട്ടുള്ളത്. 2 മാർക്ക് എങ്ങനെയാ വരാ, അറിയോ? ക്വസ്റ്റ്യൻ 2 മാർക്ക് മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ നമ്മൾ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്? കുറെ ഫംഗസ് ഇല്ലേ, എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിലുള്ള ഫംഗസുകളെ മാത്രം നമ്മൾ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്? ഏതാണ് ക്ലാസ് അതിന് മുമ്പ് പറഞ്ഞേ? ഡ്യൂട്ടിറോമൈസസ്. നമ്മൾ ഫംഗസിൽ അവസാനം പഠിക്കുന്ന ക്ലാസ് ആണ് എന്ത്, ഡ്യൂട്ടിറോമൈസസ്. ഈ ക്ലാസ്സിലുള്ള, അതായത് ആ ഒരു കൂട്ടത്തിലുള്ള ഫംഗസുകളെല്ലാം നമ്മൾ ഇംപെർഫെക്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ്?
ഇതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട്? വൈ? റീസൺ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും അവർക്ക് അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും സയന്റിസ്റ്റ് അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഡ്യൂട്ടറോമൈസിസിലുള്ള ഫംഗസുകളെല്ലാം നമ്മൾ ആസ്കോമൈസിസിലോട്ടും ബെസിഡിയോമൈസിസിലോട്ടൊക്കെ മാറ്റുന്നതായിരിക്കും. ഇവർക്ക് ഇത്രയും നാളായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പ്രത്യേക ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് അവർക്ക് ഡ്യൂട്ടറോമൈസിസ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഞാനും എക്സാമിന് എന്തുകൊണ്ടാണ് ഇവരെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ എഴുതണം? They do not have sexual reproduction. Okay. Next, network of hyphae. ആദ്യം ഹൈഫൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫംഗസിന്റെ ബോഡി ഉണ്ടാക്കിയിട്ട് വളരെ തിന്നായിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ വെച്ചിട്ടാണ്. അതിനകത്ത് ഒരെണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈഫൈ. ഇനി ഈ ഹൈഫൈയുടെ നെറ്റ്വർക്ക്, കുറെ ഹൈഫൈ ഇങ്ങനെ കൂടി നിൽക്കുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്താ? മൈസീലിയം. ഒരെണ്ണത്തിനെ വിളിക്കുന്ന പേര് ഹൈഫൈ, ഹൈഫൈയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? മൈസീലിയം. മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. നെക്സ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് റൂട്ട്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഫംഗസും റൂട്ടും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, അതാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പാർട്ട്ണറിനും ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ളതിനെയാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതേപോലത്തെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് ഫംഗസും റൂട്ടും പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? മൈക്കോറൈസ. ഇവരുടെ അസോസിയേഷനെ വിളിക്കുന്ന പേരാണെന്ത്? മൈക്കോറൈസ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആട്ടാ. വേണമെങ്കിൽ ഡയറക്റ്റ് മൈക്കോറൈസ എന്ന് പറയുന്ന റിലേഷനിൽ ആരൊക്കെ ഉണ്ട്? ഫംഗസും റൂട്ടും. ഫംഗസും റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെ പറയുന്ന പേരെന്താണ്? മൈക്കോറൈസ. ഇവിടെ എന്താ മിസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്? ഈ അസോസിയേഷനിൽ എങ്ങനെയാണ് ഹെൽപ്പ് ടു പ്ലാന്റ്സ്, പ്ലാന്റ്സിനുള്ള ഗുണം എന്താണെന്ന്. പ്ലാന്റ്സും മിസ് പറഞ്ഞു സിംബയോട്ടിക് എന്ന് പറഞ്ഞാല് രണ്ടുപേർക്കും മ്യൂച്വലി ബെനിഫിറ്റ് വേണം. ഈ ബെനിഫിറ്റില് പ്ലാന്റ്സിനുള്ള റൂട്ട് ഓഫ് പ്ലാന്റ്സ് ആണ് മക്കളെ. ഈ റിലേഷൻഷിപ്പില് പ്ലാന്റ്സിനുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് പ്ലാന്റ്സിനുള്ള ബെനിഫിറ്റ്സ്? സിമ്പിൾ അല്ലേ. ഫംഗസ് പ്ലാന്റ്സിന്റെ റൂട്ട് മണ്ണിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട്. ഫംഗസിന് ആ ഒരു ബോർഡർ ഉണ്ടോ അല്ലെങ്കിൽ ബൗണ്ടറി ഉണ്ടോ? ഇല്ല. ഫംഗസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഈ ഫംഗസ് ഈ റൂട്ടിൽ പോയിരുന്നിട്ട് അവിടെ ഉള്ള ഏരിയയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആയിട്ട് വാട്ടറും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്ത് ആർക്ക് കൊണ്ട് കൊടുക്കും? ഈ പ്ലാന്റ്സിന് കൊണ്ട് കൊടുക്കും. നോക്കിയടാ, ഫംഗസ് ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ലാർജ് ഏരിയ ഓഫ് സോയിൽ. റൂട്ടിന് പെനട്രേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഫംഗസ് അങ്ങനെയല്ല. ആ ലാർജ് ഏരിയയിൽ പോയിട്ട് ഫംഗസ് പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള വാട്ടറും ന്യൂട്രിയൻസ് ആരും കൊണ്ട് കൊടുക്കും? പ്ലാന്റ്സിന് കൊണ്ട് കൊടുക്കും. ഇനി ഫംഗസിനുള്ള ബെനിഫിറ്റ് എന്താ? ഫംഗസിനുള്ള ബെനിഫിറ്റ് എന്തായിരിക്കും? ഫംഗസിന് സുഖമായിട്ട് താമസിക്കാനുള്ള ഒരു ഷെൽട്ടർ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫംഗസ് ഇവർക്ക് വാട്ടറും ന്യൂട്രിയൻസും കൊണ്ട് കൊടുത്താല് പ്ലാന്റ്സ് അതൊക്കെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് നമ്മൾ ആർക്ക് കൊടുക്കും? ഫംഗസിന് കൊടുക്കും. ഫംഗസും ഹാപ്പി, പ്ലാന്റ്സും ഹാപ്പി. രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിനെയാണ് എന്താ പറയാ? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിന്റെ പേര് മൈക്കോറൈസ. എന്റെ മക്കള് സെക്കൻഡ് ചാപ്റ്ററില് ലാസ്റ്റ് ഭാഗം ജിംനോസ്പെമില് വേറൊരു സംഭവം പഠിക്കുന്നുണ്ട്, സൈനോബാക്ടീരിയം. അതേപോലെ തന്നെ സൈക്കസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർമ്മയുണ്ടോ? അവരുടെ റിലേഷന്റെ പേര് എന്താണെന്നുള്ളത് ഓർക്കാട്ടോ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ആ ചാപ്റ്ററിലെ അവരുടെ മ്യൂച്വൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതാണ് മിക്കപ്പോഴും ചോദിക്കാറ്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ കുട്ടികള്? Which kingdoms show alternation of generation? ഇത് ചാപ്റ്റർ 2 ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഡിലീറ്റഡ് ആണ്. പക്ഷെ ചാപ്റ്റർ 1 ഈ പോർഷൻ ഡിലീറ്റഡ് അല്ല. വേണമെങ്കിൽ ചോദിച്ചൂടെ എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നില്ല. നമ്മള് അമ്മയുടെ വയറ്റിൽ, അതായത് മനുഷ്യന്മാർ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എത്രയാണ്? സൈഗോട്ട് 2n ആണ്. വലുതായി മരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? 2n ആയിരിക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സ് മാത്രമാണ് എന്ത്? n ആയിട്ട് മാറുന്നത്. പക്ഷെ നമ്മുടെ പ്ലാന്റ്സ് അങ്ങനെയല്ല. അവർക്ക് ഒരു ലൈഫ് സൈക്കിൾ ഉള്ളൂങ്കിലും പകുതി സമയം ചിലപ്പോൾ 2n ആയിരിക്കും. ഓക്കെ, പകുതി സമയം അവരെന്തായിരിക്കും? n ആയിരിക്കും. പകുതി സമയം വരെ 2n ആയിരിക്കും, പകുതി സമയം വരെ എന്തായിരിക്കും? n ആയിരിക്കും. ഇതിനെയാണ് എന്താ പറയാ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത് ഏത് കിങ്ഡം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച ആൻസർ പറയണം. എന്താണ്?
കിങ്ഡം പ്ലാന്റ്. ഏതാണ്? കിങ്ഡം പ്ലാന്റ്. പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ള മക്കളാണെങ്കിൽ ചാപ്റ്റർ 2 അവസാന ഭാഗത്ത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ ടോപ്പിക് കിടപ്പുണ്ട്. പക്ഷെ അത് നമുക്ക് എന്താണ് ഈ കൊല്ലം ഡിലീറ്റഡ് ആണ്. പക്ഷെ ചാപ്റ്റർ 1 കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പോർഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡിലീറ്റഡ് അല്ല കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗ ആൻഡ് ഫംഗൈ കോൾഡ് ലൈക്കൺ. ഓക്കെ, ഇവിടെ ആൽഗയും ഫംഗയും ആണ്. മിസ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോ നേരത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു, സോറി ട്ടാ. ഇവിടെ എന്താണ്? ആൽഗയും ഫംഗയും ആണ്. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഫംഗയും ഫംഗസും അതേപോലെ തന്നെ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. ഇവരുടെ റിലേഷൻഷിപ്പിന്റെ പേരാണ് മൈക്കോറൈസ്. ഓരോരുത്തർക്കും അവരുടേതായ പേരുണ്ട്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ലൈക്കൺ ആണ്. ലൈക്കൺ ഏതാ ഇമ്പോർട്ടന്റ് അറിയോ? ലാസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനം ലാസ്റ്റ് സെന്റൻസ് ഉണ്ട്. ആ ലാസ്റ്റ് സെന്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ നോക്കാൻ മറന്നു പോകുന്ന കാര്യമാണ്. നോക്കിയടാ, ഇവർ തമ്മിലുള്ള അസോസിയേഷനെ പറയുന്ന പേരാണ് ലൈക്കൺ. എന്താ പറയാ? ലൈക്കൺ. മറക്കരുത് ട്ടോ. ആരൊക്കെ തമ്മിലാണ്? ഫംഗയും ആൽഗയും. റിലേഷൻഷിപ്പിന്റെ പേരാണെന്ത്? ലൈക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ്. വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ഈ സ്പൈഡർ എന്താണ്? ഇത് കണ്ടു കഴിഞ്ഞ ഒരു സ്പേസ്ഷിപ്പ് പോലൊക്കെ തോന്നും, പക്ഷെ ആരാണ്? ഇയാളുടെ പേരാണ് ബാക്ടീരിയോഫേജ്. ഫിഗർ നോക്കി വെച്ചോ. ഹെഡ്, കോളറ്, ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്. ഇതുവരെയും ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്ത് പോക്കോട്ടാ. ഫിഗർ വന്നിട്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിഗർ വന്നിട്ട് ആരാന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ബാക്ടീരിയോഫേജ്. ഇവിടെ ഒരു ബാക്ടീരിയോഫേജിന്റെ സ്പെല്ലിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട്. ബാക്ടീരിയോഫേജ്. നമുക്കുള്ള ബാക്ടീരിയോഫേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തിട്ട് പോണേ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് ബാക്ടീരിയോഫേജ്. ആൽഗയും ഫംഗയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് എന്ത്? ലൈക്കൺ. നെക്സ്റ്റ്, AIDS in human being is caused by. ഇത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഓപ്ഷനില് വൈറസ്, ബാക്ടീരിയ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എയ്ഡ്സ് കോസ് ചെയ്യുക ബാക്ടീരിയ ആയിക്കൂടെ? എന്ത് ബാക്ടീരിയ നിങ്ങൾ ചിന്തിക്കില്ല എത്ര ഉറപ്പ്? നിങ്ങൾ എന്തായാലും ബാക്ടീരിയ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ ആ വെപ്രാളത്തിനിടെ ബാക്ടീരിയ എന്ന് എഴുതും. എയ്ഡ്സ് കോസ് ചെയ്യുന്ന ആരാണ്? വൈറസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ആരാണ്? വൈറസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഇനി ഈ എയ്ഡ്സ് പോലെ തന്നെ വൈറസ് ഉണ്ടാക്കുന്ന വേറെ, മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന വേറെ അസുഖങ്ങളാണ് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ്. ഹെർബ്സും ഇൻഫ്ലുവൻസും ഒക്കെ കേട്ട് എന്താണെന്ന് ആലോചിക്കാണ്ട് നിങ്ങൾ അടുത്ത കൊല്ലം +2 സുവോളജിയില് തോന്നുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഹെർബ്സ് എന്താണ്, ഇൻഫ്ലുവൻസ് എന്തൊക്കെ, എനിക്ക് തോന്നുന്നു ജനറ്റിക്കൽ ഡിസോർഡർ അല്ല, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ് എന്ത്? ഹെർബ്സും ഇൻഫ്ലുവൻസ്. ഇതൊക്കെ എന്താണ്? ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അസുഖങ്ങൾ ഓർത്ത് വെക്കാം. അസുഖങ്ങൾ ഓർത്ത് വെക്കാൻ പറയാൻ വേറൊരു കാരണമുണ്ട്. ടെക്സ്റ്റ് ബുക്കില് മൈക്രോപ്ലാസ്മ പഠിക്കുന്ന ഒരു ഏരിയ ഇല്ലേ, ആ ഭാഗത്ത് നമ്മൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന കുറച്ച് അസുഖങ്ങൾ പഠിക്കുന്നുണ്ട്. വേഗം ടെക്സ്റ്റ് എടുക്കുക. ആ ക്വസ്റ്റ്യൻ മിസ് ഇവിടെ കൊടുത്തിട്ടില്ല, മിസ് ഇപ്പൊ പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്താണ്. വേണമെങ്കിൽ എന്താണ് ഓഡ് വൺ ഔട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ കുറെ ഓപ്ഷൻ അതിനകത്ത് ഏതാണ് വൈറസ് ഉണ്ടാക്കുന്ന അസുഖം ചോദിക്കാം, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം ചോദിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് മിസ് വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാക്കുന്നതാണ്. പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്ലാന്റ്സിൽ? എനിക്ക് തോന്നുന്നു റോളിംഗ് ഓഫ് ലീഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് വേണേ പോവാനായിട്ട്. ഇനി ഓക്കെ, വൈറസുകൾക്ക് എന്തുണ്ട്? അവർക്കൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഈ വൈറസുകൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതൊക്കെ അറിയുന്നുണ്ട് മക്കൾക്ക്. വൈറസുകൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് വേണമെങ്കിൽ RNA ആകാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ DNA ആവും. ഒരിക്കലും RNAയും DNAയും ഒരുമിച്ചുണ്ടാവില്ല. ഒന്നെങ്കിൽ RNA ഉണ്ടാവും, അല്ലെങ്കിൽ DNA ഉണ്ടാവും. ഇനി മനുഷ്യന്മാർ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് വേറെയാണ്, ഇനി പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് വേറെയാണ്. അവർക്കുള്ള ജനറ്റിക് മെറ്റീരിയൽസും ഡിഫറെന്റ് ആയിരിക്കും. മേ ബി സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ടിന്റെ പേരാണ് കാപ്സിഡ്. ആ പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ സബ് യൂണിറ്റുകളുടെ പേരാണ് കാപ്സോമിയർ. ഒന്നിച്ചോട് നമ്മൾ കാപ്സിഡ് എന്ന് പറയും, എന്നിട്ട് ഓരോ സബ് യൂണിറ്റുകൾ നമ്മൾ കാപ്സോമിയർ എന്ന് പറയും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നമ്മളെ പറ്റിക്കും. ഇതുവരെ NCERT തിരുത്തിയിട്ടില്ല. നോക്കിയടാ, ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മിസ് ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ,
ഇത് ചോദിച്ചിട്ട് ഐഡന്റിഫൈ ദ ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്സിഡ് എന്നോ ക്യാപ്സോമിയർ എഴുതിയിട്ട് കാര്യമില്ല. ഇത് ഏത് വൈറസ് ആണ്? ടൊബാക്കോ മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ എന്നിട്ടേ ഇവിടെ ഇങ്ങനെ കുറച്ച് റൈറ്റിംഗ്സ് ഉണ്ടാവില്ലേ, ആ റൈറ്റിംഗ്സ് നോക്കണം കേട്ടോ. ആ റൈറ്റിംഗ്സ് ആണ് ചോദിക്കുക. മിസ്സിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൊബാക്കോ മൊസൈക് ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസ് ആണ് ഇത്. ഇത് നോക്കിയേ, ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് ഇവരുടെ RNA. മിസ് പറഞ്ഞു വൈറസിന് ഒന്നെങ്കിൽ RNA ഉണ്ടാവും അല്ലെങ്കിൽ DNA ഉണ്ടാകും. ഒരിക്കലും RNAയും DNAയും ഒരുമിച്ച് ഉണ്ടാവില്ല. ഇവിടെ ഈ തന്നിട്ടുള്ള വൈറസ് ഏതാ ഉള്ളത്? RNA ആണോ ഉള്ളത്. ഇനി ഇവിടെ മിസ് പറഞ്ഞ എന്താ? ക്യാപ്സിഡ് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ പറയുന്ന പേരാണ്. പ്രോട്ടീൻ കോഡിനെ മൊത്തത്തിൽ പറയുന്ന പേര് ക്യാപ്സിഡ്, ഓരോ സ്മോൾ യൂണിറ്റിനെ പറയുന്ന പേര് ക്യാപ്സോമിയർ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ല അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരെണ്ണത്തിന്റെയാണ് ക്യാപ്സിഡ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ തിയറി പഠിച്ചു പോയിട്ട് ഈ ഫിഗർ കണ്ടിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട് സ്മോൾ യൂണിറ്റ് ക്യാപ്സോമിയർ ആണെന്ന് പറയി വെച്ചാൽ ആൻസർ തെറ്റി. ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അത് വേണം എന്റെ മക്കൾ എന്ത് എക്സാമിന് വന്നാൽ എഴുതാൻ വേണ്ടിട്ടാ. ഇത് ക്യാപ്സിഡ് ആണ്, ഫിഗർ എന്നിട്ട് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണ് നെയിം ദ പ്രോട്ടീൻ കോഡ്. അപ്പൊ എന്താ ക്യാപ്സിഡ്, നെയിം ദ സ്മോൾ യൂണിറ്റ് എന്താ ക്യാപ്സോമിയർ. ഫിഗർ തന്നാൽ ഫിഗറിൽ എന്താണോ ഉള്ളത് അത് തന്നെ എക്സാം എഴുതി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിഫൈൻ പ്രയോൺസ്. തോന്നുന്നു കഴിയാനായി തോന്നുന്നുണ്ട്, അവസാനത്തെ ഭാഗത്തോട്ട് എത്തി. ഡിഫൈൻ പ്രയോൺസ്. എന്താണ് പ്രയോൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ് വൈറോയിഡ്സ്? ഇതാണ് അവസാനത്തെ ഭാഗങ്ങൾ. പ്രയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രയോൺസ് ആർ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ സിമിലർ ഇൻ സൈസ് ടു വൈറസ്. ഇത് പ്രോട്ടീൻ ആണെങ്കിൽ അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങള് ബയോമോളിക്യൂൾസ് സുവോളജിയിൽ പഠിക്കുന്നില്ലേ പ്രോട്ടീന്റെ സ്ട്രക്ചർ ഒക്കെ? ആ സ്ട്രക്ചർ അല്ലാതെ അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൾഡ് ചെയ്ത് കിടക്കുന്ന പ്രോട്ടീൻ ആണ് എന്ത്? പ്രയോൺസ് എന്ന് പറയുന്നത്. പ്രയോൺസിന് ഏകദേശം വൈറസിന്റെ അതുപോലത്തെ സിമിലർ സൈസ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കാറില്ല, എന്നാലും ഒന്ന് പഠിച്ചിട്ട് പോകും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ പ്രയോൺസ്. ഇമ്പോർട്ടന്റ് ആണ്. നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ പ്രയോൺസ്. പ്രയോൺസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ് മക്കളെ? ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസീഫാലോപ്പതി. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസീഫാലോപ്പതി. ഇത് ഡയറക്റ്റ് എഴുതാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ എങ്ങാനും ചോദിക്കാം. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസീഫാലോപ്പതി ഡിസീസ് ആരാ കോസ് ചെയ്യുന്നത് അത് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? പ്രയോൺസ് ആണ്. അപ്പൊ ഈ ഡിസീസ് കേൾക്കുമ്പോൾ കേൾക്കാത്ത പോലെ ഇരിക്കരുത്. ആരാത് കോസ് ചെയ്യുന്നത്? പ്രയോൺസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ഇനി ഇതേ ഡിസീസിനെ കന്നുകാലി കാറ്റിൽസിന് വരികയാണെങ്കിൽ, കാറ്റിൽസിന് ഈ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസീഫാലോപ്പതി എന്ന് പറയുന്ന ഡിസീസ് വരികയാണെങ്കിൽ നമ്മൾ ആ ഡിസീസ് എന്ത് വിളിക്കും? മാഡ് കൗ ഡിസീസ് എന്ന് വിളിക്കും. ഇന്നത് മനുഷ്യന്മാർക്ക് വരാം. മനുഷ്യന്മാർക്ക് വന്നാൽ നമ്മൾ എന്ത് വിളിക്കും? സർ ജേക്കബ് ഡിസീസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സർ ജേക്കബ് ഡിസീസ്. എന്റെ കുട്ടികൾ വല്ലാണ്ട് തല പോയിക്കേണ്ട, എളുപ്പമുള്ള പേരല്ലേ. മാഡ് കൗ ഡിസീസ്, സർ ജേക്കബ് ഡിസീസ്. ഓക്കെ, ഇനി CJD നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞതാണ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസീഫാലോപ്പതി എന്തായാലും പഠിക്കണം, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. വലിയ പേരാന്ന് വെച്ചിട്ട് വിട്ടുപോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. പ്രയോൺസ്, ഈ വൈറസ്, പ്രയോൺസ്, വൈറോയിഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ടോപ്പിക് ആണ്. നിങ്ങൾ ഈ ഫസ്റ്റ് പഠിച്ചു തുടങ്ങും, അത് അവസാനം പഠിക്കാൻ സമയം കിട്ടാണ്ട് അതങ്ങനെ വിട്ടിട്ട് പോകും. പക്ഷെ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. മിസ് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ്സ്. വൈറസ് മിസ് നേരത്തെ പറഞ്ഞു, ഇത് ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ RNA ആകാം, DNA ആകാം. അതിന് പ്രോട്ടീൻ കോഡ് ഉണ്ട്. പിന്നെ അവരുണ്ടാക്കുന്ന മംസ് ഉണ്ടാക്കും, എയ്ഡ്സ്, സ്മോൾ പോക്സ് എക്സെട്ര അവർ കോസ് ചെയ്യും. ഇനി എന്താണ് വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ? വൈറോയിഡ്സ് പറഞ്ഞാൽ പ്രയോൺസ് മിസ് പറഞ്ഞു വൈറസിന് സിമിലർ സൈസ് ആണ്. വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ വൈറസിനേക്കാളും ചെറിയ സൈസ് ആണ്. അവരുണ്ടാക്കുന്ന ഡിസീസ് ആണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ. നല്ല ഉരുണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ അവരെന്താക്കി മാറ്റും? ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കി മാറ്റും. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുണ്ടിരിക്കല്ലേ. ഈ വൈറോയിഡ്സ് അതിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അസുഖം വരും? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ എന്ന് പറഞ്ഞ അസുഖം വരും. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ അവർ എന്താക്കി മാറ്റും? ഫ്രഞ്ച് ഫ്രൈസിന്റെ രൂപത്തിലോട്ട് ആക്കി മാറ്റും. നല്ല സിലിണ്ടർ ഷേപ്പ് ആയിട്ട് ഉരുളക്കിഴങ്ങ് മാറും. ഓക്കെ, ഇനി ഇറ്റ് ഹാസ്, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇവരുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇറ്റ് ഹാസ് ഫ്രീ RNA. ഇവർക്ക് വൈറസിന് RNA ആകാം, DNA ആകാം. പക്ഷെ ഇവർക്ക് എന്താണ് ഫ്രീ ആയിട്ടുള്ളത്? ഇപ്പൊ ഇതാണ് വൈറോയിഡ് എങ്കിൽ ഇതിന്റെ ഉള്ളില് ഫ്രീ ആയിട്ടുള്ള RNA ആയിരിക്കും.
ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവില്ല, ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവില്ല. എന്താണ് മക്കളെ പ്രോട്ടീൻ കോട്ട് എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഇത് വൈറസ് ആണെന്ന് വിചാരിക്കാം, ഇവർക്ക് DNA അല്ലെങ്കിൽ RNA ഉണ്ടെന്ന് വിചാരിക്കും. ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ട് എന്ത് ലെയർ ഉണ്ട്, ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. അതാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. പക്ഷെ വൈറോയിഡ്സ് ആണെങ്കിൽ ഇവർക്ക് എന്തില്ല, ആ പ്രൊട്ടക്റ്റീവ് ലെയർ ആബ്സെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. ഇനി ഫംഗസിന്റെ ക്ലാസ്സും എക്സാമ്പിൾ മിസ് പറഞ്ഞു. ഫംഗസില് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ 2024-ലും 23-ലും സ്ഥിരമായിട്ട് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എക്സാമ്പിൾ മൊത്തം പഠിക്കാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എളുപ്പമാണ്, പറഞ്ഞ് ശീലമാണ്. ഓക്കെ, ഈ അറ്റ്ലീസ്റ്റ് ഈ എക്സാമ്പിൾ എങ്ങനെ പഠിച്ചു പോകണം. ഈ പേരുകളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പേരുകളാണ്. അതുകൊണ്ടാണ് മിസ് ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അതേ എക്സാമ്പിൾ തന്നെ വെച്ചത്. നോക്കിയടാ, ഫൈക്കോമൈസിസ്. ഇതൊക്കെ എന്താ കുട്ടികളെ, അതായത് ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ ഫംഗസിന് 4 ക്ലാസ്സുകൾ ഉണ്ട്. ആ 4 ക്ലാസ്സുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യത് ഫൈക്കോമൈസിസ്. അതിന് എക്സാമ്പിൾ റൈസോപ്പസ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ? റൈസോപ്പസ് ഇതിന് എക്സാമ്പിൾ ആണ്. ബ്രെഡിൽ വരുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് എന്ത്, റൈസോപ്പസ്. ഇനി ആസ്കോമൈസിസ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതൊക്കെ പറഞ്ഞതാണ് ഈ വീഡിയോയിൽ തന്നെ. പെനിൻസിലിയം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതാണ്. ഇനി ബെസീഡിയോമൈസിസ്, ഇത് മിസ് അവിടെയും പറഞ്ഞു. എന്താണ്, കഴിക്കുന്ന മഷ്റൂം വരുന്ന ഗ്രൂപ്പാണ് എന്ത്, ബെസീഡിയോമൈസിസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അഗാരിക്കസ്. ട്യൂട്ടിറോമൈസിസ് ഇത് മിസ് പറഞ്ഞിട്ടില്ല. ഇത് 3 എക്സാമ്പിൾ പഠിക്കാനുള്ളത്. ആൾട്ടർനേറിയ, ട്രൈക്കോട്രിച്ചം, പിന്നെ വേറെ ഒരെണ്ണം മിസ് മറന്നുപോയി. ആ 3 പഠിക്കാനുള്ളത്. ഓക്കെ, അതിനകത്ത് ആൾട്ടർനേറിയ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ആകെയും ഒരു ട്യൂട്ടിറോമൈസിസിനാണ് എക്സാമ്പിൾ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത്. ആകെ 3 എക്സാമ്പിൾ ഉള്ളൂ. ഇതിനൊക്കെയാണ് കുറെ എക്സാമ്പിൾ ഉള്ളത്. അറ്റ്ലീസ്റ്റ് ഈ എക്സാമ്പിൾ എങ്കിലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് മിസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ അടുത്ത്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അത് മിസ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടില്ല. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മിസ് വിട്ടുപോയതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, മിസ് പറഞ്ഞു, നീ ചാപ്റ്ററിന്റെ അവസാനത്തെ സെന്റൻസ്, ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിലുള്ള ലാസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ്. അതെന്തായിരുന്നു ആ സെന്റൻസ്? നോക്കിയടാ, ആൽഗയുണ്ട്, ഫംഗയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഹ്യൂമൻ ബീങ്സിന്റെ കേസ് എടുക്കാം. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പേരുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഓരോരോ പേരുകൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇവരെ റിലേഷൻഷിപ്പിലല്ലേ, ആൽഗയും ഫംഗയും. ഇവർക്ക് ഇവരുടേതായ പേരുകളുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്തായാലും മാറ്റി എഴുതുന്ന കാര്യമാണ്. ഓക്കെ, ഇവരുടെ റിലേഷനെ വിളിക്കുന്ന പേര് ലൈക്കൺ എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ തമ്മില് ഈ റിലേഷനിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആൽഗേനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോൺ. എന്താ വിളിക്ക? ഫൈക്കോബയോൺ. ഇനി ഫംഗസിനെ വിളിക്കുന്ന പേരാണ് മൈക്കോബയോൺ. ഫംഗസിനെ വിളിക്കുന്ന പേര് മൈക്കോബയോൺ, ആൽഗിനെ വിളിക്കുന്ന പേര് ഫൈക്കോബയോൺ. ഓർക്ക, ഇവരെങ്ങനെയാണെങ്കിൽ ലൈക്കൺ എന്ന് പറയുന്ന അസോസിയേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആൽഗൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഫൈക്കോബയോൺ. ആൽഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോൺ. ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്കോബയോൺ. ഇത് മിസ് എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത് ചോദിച്ചാല് FM എന്ന് ഓർത്താ മതി. FM ഫംഗസ് മൈക്കോബയോൺ, ഫംഗസ് മൈക്കോബയോൺ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ലൈക്കന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കും. ലൈക്കന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ലൈക്കൺ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മിസ്സോടെ പിക്ചർ വെച്ചിട്ടില്ല, ഗൂഗിളിൽ എടുത്ത് നോക്കാം. ആൽഗയും ഫംഗസും അസോസിയേഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ഇരിക്കുക. കാണാൻ നല്ല രസമാണ്. നമ്മളിവിടെ കാണാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ഈ സ്ഥലത്ത് കാണാൻ പറ്റില്ല. ഒരു കാരണമുണ്ട്. അതാണ് ഇവരുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ ലൈക്കൺ എന്ന് പറയുന്ന സാധനങ്ങള് 0, അതായത് ഒരു തരത്തിലും പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ആര് വളരുള്ളൂ, ലൈക്കൺ വളരുള്ളൂ. അപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ എന്തായാലും കാണില്ല. ലൈക്കൺ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാറിലൊക്കെയാണ്. മൂന്നാറിൽ പോകുന്ന സമയത്ത് ചില കാടുകളിൽ നമുക്ക് ലൈക്കൺ കാണാൻ പറ്റും. ഇപ്പൊ അവിടെയും അവിടെയും പൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ നിന്നും ലൈക്കനെ കാണാതായിട്ടുണ്ട്. അപ്പൊ ലൈക്കൺ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടത്തെ എയർ 100% പ്യുവർ ആണെന്ന് മനസ്സിലാക്കാം. ലൈക്കൺ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അവിടെ പൊല്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴെങ്കിലും അവിടെ പൊല്യൂഷൻ വന്നാൽ എന്ത് പറ്റും? ലൈക്കൺ അവിടെ നിന്ന് നശിച്ചു പോകും. ഈ മൂന്നാറിലൊക്കെയാണ് ലൈക്കൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് അവിടെ നിന്നും ലൈക്കൺ എന്ത് ചെയ്യുന്നുണ്ട്? നശിച്ചു പോകുന്നത്. കാരണം എന്താണ്? പൊല്യൂഷൻ ആയി തുടങ്ങി.
അതുകൊണ്ട് നമ്മൾ ലൈക്കിനെ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. വേറെ കളറിൽ എഴുതാട്ടെ മിസ്, നോട്ട് ചെയ്യണേ എന്റെ കുട്ടികള്. മിസ് ബ്ലൂ കളറിൽ എഴുതരാട്ടോ. ഓക്കെ, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ നമുക്ക് ആരെ വെച്ചറിയാൻ പറ്റും? ലൈക്കനെ വെച്ചറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ ഒന്നും ലൈക്കൻ കാണാൻ പറ്റില്ല, കാരണം എന്താണ്? ഫുള്ളി പൊല്യൂട്ടഡ് ആണ്. പൊല്യൂഷൻ ഒന്നുമില്ല. ലൈക്കനെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൊല്യൂഷൻ ഇല്ലെങ്കിൽ ലൈക്കൺ വളരും എന്നല്ല പറയുന്നത്. ലൈക്കൺ അവിടെ വളരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? അവിടുത്തെ എയർ പൊല്യൂട്ടഡ് അല്ല, പൊല്യൂഷൻ ഫ്രീ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. മിസ് ഇതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇതിനകത്ത്. ബാക്കി ചാപ്റ്ററിനെ പോലെ എളുപ്പമാണ്, കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.